ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രസ്കൽസ് അൽഗരിതമാണ്. അപ്പോൾ ക്രസ്കൽസ് അൽഗരിതത്തിൽ മിനിമം സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനാണ് നമ്മൾ ക്രസ്കൽസ് അൽഗരിതം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രസ്കൽസ് അൽഗരിതത്തിൽ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ അൽഗരിതം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി പ്രിംസിൽ ചെയ്യുന്ന പരിപാടി എന്തായിരുന്നു? പ്രിംസിൽ ആർബിട്രറി വേർട്ടെക്സ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്നത് ആദ്യം ഒരു എഡ്ജ് ചൂസ് ചെയ്യും. എങ്ങനെയുള്ള എഡ്ജ്? പ്രിംസിൽ ആർബിട്രറി ആയിട്ടാണ് വെർട്ടെക്സ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏറ്റവും മിനിമം വെയിറ്റ് ഉള്ള എഡ്ജ് ഏതാണോ അതിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, അതാണ് E1 എന്ന് പറയുന്ന എഡ്ജ്. ആ E1 എന്ന് പറയുന്ന എഡ്ജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ E1 ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, E1 എന്താവാൻ പാടില്ല, ലൂപ്പ് ആവാൻ പാടില്ല. അപ്പോൾ അതങ്ങനെ ചൂസ് ചെയ്യാം. ദെൻ E1 ചൂസ് ചെയ്തതിന് ശേഷം അതിനുശേഷം എന്ത് ചെയ്യുന്നു? അടുത്ത മിനിമം വെയിറ്റ് ഉള്ള, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന E1ൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? W(E1) കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും മിനിമം വരുന്ന എഡ്ജ് വേണം ആദ്യം നമ്മൾ ചൂസ് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ അടുത്ത മിനിമം വെയിറ്റ് ഉള്ള എഡ്ജ് ചൂസ് ചെയ്യുക. അപ്പോൾ അടുത്ത മിനിമം എഡ്ജ് വരുന്ന വെയിറ്റ് ഉള്ള എഡ്ജ് എന്ന് പറഞ്ഞാൽ ആർബിട്രറി ആയിട്ട്, അതായത് ഇപ്പം 3, 4, 5 ആണ് എഡ്ജിൻ്റെ വാല്യൂസ് വെയിറ്റ് എങ്കിൽ മിനിമം എഡ്ജ് വെയിറ്റ് എന്ന് പറയുന്നത് ഏതാ? 3 ആണ്. അപ്പോൾ 3 വരുന്ന എഡ്ജ് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 വരുന്ന എഡ്ജ് നമ്മൾ ചൂസ് ചെയ്യുന്നു. അടുത്തത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞിരിക്കുന്ന എഡ്ജസ് ചൂസ് ചെയ്ത് പോകണം. പക്ഷേ ഈ ചൂസ് ചെയ്യുന്ന കേസ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന എഡ്ജ് ഏത് രീതിയിലുള്ളതായിരിക്കണം? എടുക്കുന്ന എഡ്ജ് ഒരു കാരണവശാൽ എന്ത് ഫോം ചെയ്യാൻ പാടില്ല? അത് ഒരിക്കലും ഒരു സൈക്കിൾ ഫോം ചെയ്യാൻ പാടില്ല. മാത്രമല്ല അതിൻ്റെ വെയിറ്റ് എന്തായിരിക്കണം? അത്ര വരെയുള്ള, അതായത് നമ്മൾ ഓൾറെഡി I വരെ ഒരു 5 എണ്ണം ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള എഡ്ജസിൽ ഏറ്റവും മിനിമം വരുന്ന എഡ്ജ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ചൂസ് ചെയ്യാൻ. അപ്പം മിനിമം വരുന്ന ആ രീതിയിൽ വേണം നമ്മൾ ഓർഡർ ചൂസ് ചെയ്ത് പോകാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അൽഗരിതത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമുക്കതൊന്ന് പഠിച്ചു നോക്കാം. ദ പ്രൊസീജിയർ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ദി ഫോളോയിങ് 3 സ്റ്റെപ്സ്. മെയിനായിട്ട് 3 സ്റ്റെപ്സ് ആണ്. ചൂസ് എൻ എഡ്ജ്, ആർബിട്രറി അല്ല, ശ്രദ്ധിക്കണം. ചൂസ് എൻ എഡ്ജ് ഓഫ് G, തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ ഒരു എഡ്ജ് ചൂസ് ചെയ്യുക. സച്ച് ദാറ്റ് എന്തായിരിക്കണം? W(E1) എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് E1 ഈസ് സ്മോൾ ആസ് പോസിബിൾ ആൻഡ് E1 ഈസ് നോട്ട് എ ലൂപ്പ്. ലൂപ്പ് അല്ലാത്ത മിനിമം വെയിറ്റ് ഉള്ള എഡ്ജ് ചൂസ് ചെയ്യാം. ദെൻ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോയിരുന്നു. അപ്പോൾ I=1ൻ്റെ കേസിൽ E1 ഞാൻ ചൂസ് ചെയ്തു. ദെൻ I=2 എടുത്തു. സോ I=2ലേക്ക് വരുമ്പം നമ്മൾ E1 ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ E2 എന്ന് പറയുന്ന ഒരു എഡ്ജ് ഞാൻ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ E1ഉം E2ഉം കൂടി ഇൻഡ്യൂസ് ചെയ്യുന്ന സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആ രണ്ട് എഡ്ജസ് മാത്രം വരച്ചിട്ടുള്ള ഗ്രാഫ്. അതെന്താ ഫോം ചെയ്യാൻ പാടില്ല? സൈക്കിൾ ഫോം ചെയ്യാൻ പാടില്ല. മാത്രമല്ല E2ൻ്റെ എഡ്ജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നമ്മുടെ ഏറ്റവും മിനിമം വരുന്ന വെയിറ്റ് ആയിരിക്കണം. അതായത് E1നേക്കാൾ കൂടാം, പക്ഷെ ബാക്കിയുള്ള E1 ഒഴികെയുള്ള ബാക്കി എഡ്ജസിൽ ഏറ്റവും മിനിമം വരുന്ന എഡ്ജ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. സോ നമ്മളിനി അത് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, ചൂസൺ ഇഫ് ദ എഡ്ജസ് E1, E2 അപ് ടു EI വരെ ചൂസ് ചെയ്തെന്നായിരിക്കും. അപ്പോൾ E2 ചൂസ് ചെയ്തു. ദെൻ E3യിലേക്ക് വരുമ്പോഴും ഇതേ പ്രോസസ്സാണ്. E1ഉം E2ഉം കൂടി ഉണ്ടാക്കിയ ഒരു ഗ്രാഫ് ഉണ്ടാവും. ഓക്കെ, ആ ഗ്രാഫിൽ അല്ലെങ്കിൽ ആ സബ് ഗ്രാഫിൽ നമ്മൾ E3 ആഡ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ഫോം ചെയ്യാൻ പാടില്ല? ആ ഒരു എഡ്ജും കൂടി, ആ 3 എഡ്ജ് മാത്രമുള്ള ഒരു ഗ്രാഫ് എന്താവാൻ പാടില്ല? സൈക്ലിക് ആവാൻ പാടില്ല. മാത്രമല്ല അതിൻ്റെ വെയിറ്റ് E1ഉം E2 ഒഴികെയുള്ള ബാക്കി എഡ്ജസിനെക്കാട്ടിയും കുറവാവുകയും വേണം. അപ്പോൾ അതാണ് ഇങ്ങനെ നമ്മൾ പ്രോസസ്സ് ഒരു EI സ്റ്റേജ് വരെ എത്തിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ജനറൽ സ്റ്റേജ് പറയുന്നതാണ്. ഇഫ് എഡ്ജസ് E1, E2 അപ് ടു EI ഹാസ് ബീൻ ചൂസൺ, ദെൻ ചൂസ് an edge EI+1 നോട്ട് ഓൾറെഡി ചൂസ് ചെയ്യാത്ത വേറൊരു എഡ്ജ് EI+1 ചൂസ് ചെയ്യുക. സച്ച് ദാറ്റ് G ഓഫ്, ഇത് ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ, ദ ഇൻഡ്യൂസർ സബ് ഗ്രാഫ് G ഓഫ് E1, E2 അപ് ടു EI+1. അതായത് നമ്മൾ എടുക്കുന്ന ആ 3 എഡ്ജസ് അല്ലെങ്കിൽ 4 എഡ്ജസ് എത്രയാണോ ഓൾറെഡി എടുത്തിട്ടുള്ള എഡ്ജസ്, അതിൻ്റെ കൂടെ ഈ ഒരു എഡ്ജസും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫ് എന്തായിരിക്കണം? സൈക്ലിക് ആയിരിക്കണം. മാത്രമല്ല അതിൻ്റെ വെയിറ്റ് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ഓക്കെ, വെയിറ്റ് മിനിമം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ I വരെയുള്ള, ഈ I ഒഴികെയുള്ള, അതായത് E1, E2 അപ് ടു EI വരെ വെയിറ്റിന് മാറിയിട്ടുള്ള ബാക്കിയുള്ള വെയിറ്റിൽ ബാക്കിയുള്ള എഡ്ജസിൽ ഏറ്റവും മിനിമം വെയിറ്റ് EI+1 ആയിരിക്കണം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ആവും ആഫ്റ്റർ ഏത് സ്റ്റേജ്? നമ്മൾ N സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ N സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്
n-1 എഡ്ജസിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് ടെർമിനേറ്റ് ആവും. n-1 എഡ്ജസിനെ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊരു ട്രീ എടുത്തു കഴിഞ്ഞാലും അതിൽ n വെർട്ടെക്സ് ആണെങ്കിൽ എത്ര എഡ്ജസ് ഉണ്ടാവുക? n-1 എഡ്ജസ് ആണ്. സോ n-1 എഡ്ജസ് ചൂസ് ചെയ്താൽ അത് അതിൻ്റെ സ്പാനിങ് ട്രീ ആയിട്ട് മാറും. ഓക്കെ, മാത്രമല്ല അതൊരു മിനിമം സ്പാനിങ് ട്രീ ആയിരിക്കും. കാരണം ഓൾറെഡി നമ്മൾ ചൂസ് ചെയ്യുന്ന സ്റ്റെപ്പിൽ ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്? മിനിമം വെച്ചിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ദെൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും മിനിമം വരുന്ന എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഒന്ന് v1 v2 v1 v4 ആണ്. ആർബിട്രറി ആയിട്ട് ഏതെങ്കിലും ഒന്നിന് ചൂസ് ചെയ്യാം. ഞാൻ ആദ്യം സ്റ്റെപ്പ് 1 ചൂസ് ചെയ്യുന്നത് ഏതാണ്? സ്റ്റെപ്പ് 1 ചൂസ് ചെയ്യുന്നത് v1 v2 ആണെന്ന് വിചാരിക്കാം. v1 v2 എടുത്തു. അത് വേണമെങ്കിൽ v1 v4 എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ v1 v2 ഒഴികെയുള്ള ബാക്കി എഡ്ജസ് മൊത്തം നോക്കുക. അതിൽ ഏറ്റവും മിനിമം വെയിറ്റ് ഏതാ? v1 v4 ആണ്. അപ്പോൾ v1 v4 ചൂസ് ചെയ്യാം. ഓക്കെ, അതാണ് അടുത്തത്. v1 v4 ചൂസ് ചെയ്യുന്നു. ദെൻ ഈ പറഞ്ഞത് ഒഴികെയുള്ള ബാക്കി എല്ലാ വേർട്ടിസസും നോക്കുക, എല്ലാ എഡ്ജസും നോക്കുക. അതിൻ്റെ മിനിമം വെയിറ്റ് 3 3 4 4 4 4 2 ആണ്. അതിൽ ഏറ്റവും മിനിമം ഏതാണ്? 2 ആണ്. സോ മൂന്നാമത്തെ സ്റ്റേജിൽ ഈ പറഞ്ഞ 2 എന്ന് പറയുന്നത് ആഡ് ചെയ്യാം. ഓക്കെ, അതാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പം 1 1 2 ചൂസ് ചെയ്തു. ബാക്കിയുള്ളതിൽ മിനിമം വരുന്നത് 3 3 ആണ്. അതിൽ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ഏതെങ്കിലും റാൻഡമായിട്ട് ചൂസ് ചെയ്യാം. സോ നമ്മൾ തേർഡ് സ്റ്റേജിൽ ഈ ഒരു v1 v5 ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ദെൻ വീണ്ടും അടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും v1 v6 ജോയിൻഡ് ആവും. കാരണം വേറെ മിനിമം ഇല്ല. കാരണം ബാക്കിയെല്ലാം എന്താണ്? 4 ആണ്. ഇത് മാത്രമാണ് 3 വരുന്നത്. ഇനി നോക്കിക്കോ, ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് ഇവിടെ തീരും. കാരണം എന്താ? നമ്മൾ എത്ര എഡ്ജസ് ചൂസ് ചെയ്തു? 1 2 3 4 5 5 എഡ്ജസ് ചൂസ് ചെയ്തു. എത്ര എഡ്ജ് ഉണ്ട്? എത്ര വെർട്ടെക്സ് ഉണ്ട്? 6 വെർട്ടെക്സ്. 6 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് അല്ലേ ഇത്? 6 വെർട്ടെക്സ് ഉള്ള ഒരു v6 വരെയാണ് ഗ്രാഫ് ഉള്ളത്. അപ്പോൾ അത്രയും 6 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് എടുത്താൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? 5 വെർട്ടെക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. സോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? മിനിമൽ സ്പാനിങ് ട്രീ ആണ് യൂസിങ് ക്രസ്കൽസ് അൽഗോരിതം. ഇനി അതിൻ്റെ വെയിറ്റ് എങ്ങനെയാണ് കൂട്ടുക? വെയിറ്റ് ഓഫ് ദാറ്റ് അൽഗോരിതം എന്ന് പറയുന്നത് 3 + 3 + 1 + 1 + 2 ടോട്ടൽ 10 വരും. ഓക്കെ.